പച്ചരി വെച്ചൊരു കുക്കർ മുട്ട ബിരിയാണി ഉണ്ടാക്കിയാലോ? ഇത് തന്നെ ബിസ്ത ഉണ്ടാക്കി മാറ്റിയേക്കാം. ഈ പുഴുങ്ങിയ മുട്ട ഉപ്പും മഞ്ഞപ്പൊടിയും മുളകുപൊടിയും ചേർത്തത് പൊരിച്ചെടുക്കാവേ. പിന്നെ നീളത്തി എരിഞ്ഞ സവോള ആ ഒരു എണ്ണയിൽ തന്നെ ഇട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. എന്തായാലും നെയ്യ് തീർന്നോണ്ട് ഞാൻ ബട്ടറാണ് ചേർത്ത് കൊടുക്കുന്നത്. അതൊക്കെ മെൽറ്റായി പോയി. ഇനി ഇതിലോട്ട് പൊടികളായിട്ട് ഉപ്പും മഞ്ഞപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും പിന്നെ ഇത്തിരി ഗരം മസാലയും ചേർക്കുന്നുണ്ടേ. ഇതെല്ലാം ചേർത്ത് വഴറ്റിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ ആ സത്യം മനസ്സിലാക്കിയത്. ഇതിനകത്ത് ഏറ്റവും മെയിനായിട്ട് സാധനം ഞാൻ ഇട്ടിട്ടില്ല. എന്ന് വെച്ചാൽ നമ്മുടെ പട്ട ഗ്രാമ്പൂ ഏലക്ക അതൊക്കെ തന്നെയാണ്. അതില്ലാതെ എന്ത് ബിരിയാണി ഓർത്തപ്പോൾ അതുകൂടെ എടുത്തങ്ങ് മിക്സ് ചെയ്തു. ഇനി ഇതിനകത്തോട്ട് ഇത്തിരി തൈരും ചേർത്ത് മിക്സ് ചെയ്ത് എണ്ണ തെളിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ 2 ഗ്ലാസ് അരി കഴുകിയത് നമുക്ക് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. 2 ഗ്ലാസ് അരിക്ക് 3 ഗ്ലാസ് വെള്ളം എന്നുള്ള കണക്കാണേ. ഇനി ഹൈ ഫ്ലെയിമിൽ 2 വിസിൽ നിറപ്പിച്ചെടുക്കാം. ഇതിൻ്റെ കൂടെ കഴിക്കാൻ ഞാൻ നല്ലൊരു അടിപൊളി കുക്കുംബർ സാലഡ് കൂടെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നേ. എൻ്റെ ക്യാമറ അടിച്ചു പോയതല്ല, പുക കൊണ്ട് ക്യാമറ മറിഞ്ഞു പോയതാണ്. പ്രൊഫഷണലായിട്ട് ബിരിയാണി ഉണ്ടാക്കുന്നവരെ തട്ടി നോക്കാനൊക്കെ നോക്കിയതാണ്. അതിൻ്റെ മുകളിലോട്ട് ബിസ്തയും പിന്നെ മല്ലിയിലയും പുതിനയിലയും കൂടെ ചേർത്ത് നമ്മുടെ തട്ടിക്കൂട്ട് ബിരിയാണി റെഡിയായി.